വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യതയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രതിഷേധം അറിയിച്ചെന്ന് കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. അതേസമയം ഒളിമ്പിക്സ് നടപടിക്കെതിരെ ഗുസ്തി ഫെഡറേഷൻ അപ്പീൽ നൽകി. ഇതിൻ്റെ ഒക്കെ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. വിഷ്ണു തലവൂർ, എന്തൊക്കെയാണ് ഈ ഫോഗട്ടിൻ്റെ ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കത്തി നിൽക്കുന്ന വിവരങ്ങൾ? ഒളിമ്പിക്സിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടതിനു പിന്നാലെ വലിയ തലത്തിലുള്ള പ്രതിഷേധവും വിമർശനവും തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ഇന്ന് പാർലമെന്റിലും ഈ വിഷയം എംപിമാരൊക്കെ തന്നെ ഉയർത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയത് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും വിനേഷ് ഫോഗട്ടിന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒളിമ്പിക് അസോസിയേഷനെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ വിനേഷ് ഫോഗട്ടിന് കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളടക്കമാണ് അദ്ദേഹം ഇന്ന് സഭയിൽ പരാമർശിച്ചത്. എന്തായാലും മൻസുഖ് മാണ്ഡവ്യയുടെ പ്രസ്താവനയ്ക്കിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കൂടി സഭയിൽ ഉയർന്നു വന്നിരുന്നു. UWW के नियमों और विनियमों के अनुसार सभी प्रतियोगिताओं के लिए संबंधित श्रेणी के लिए प्रत्येक सुबह वजन माप का आयोजन किया जाता है। अनुच्छेद 11 के अनुसार यदि कोई एथलीट वजन माप प्रथम अथवा द्वितीय में भाग नहीं लेता है अथवा असफल हो जाता है तो उसे प्रतियोगिता से बाहर कर दिया जाता है और बिना किसी रैंक के अंतिम स्थान पर रखा जाता है. രാഷ്ട്രപതി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ അമിത്ഷാ ഉൾപ്പെടെ എല്ലാവരും വിനേഷ് ഫോഗട്ടിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിൽ തന്നെ നരേന്ദ്രമോദിക്കെതിരെ വലിയൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം നേരത്തെ വിനേഷ് ഫോഗട്ട് ജയിച്ച സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താനും പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അയോഗ്യത കൽപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രി ഒരു പ്രതികരണം നടത്തിയത്. അതടക്കം വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതടക്കം പുറത്തു വരണമെന്നതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നതാണ്. ബോക്സർ വിജേന്ദർ സിംഗ് ചൂണ്ടിക്കാട്ടിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. ഭഗവന്ത് മാൻ പറഞ്ഞത് ഇതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ വിനേഷ് ഫോഗട്ടിനൊപ്പം കോച്ചുണ്ട്, അതോടൊപ്പം തന്നെ ഫിസിഷ്യനുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? പാരീസിൽ അവധി ആഘോഷിക്കാൻ പോയതാണോ എന്നതടക്കമുള്ള വിമർശനമാണ് ഭഗവന്ത് മാൻ ഉന്നയിച്ചത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. തീർച്ചയായും രാജ്യത്താകമാനം വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് 100 ഗ്രാം കൂടി എന്നതിൻ്റെ പേരത്താണ് അവരെ അയോഗ്യയാക്കിയത്. നടപടി വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഒടുവിൽ വിനേഷ് ഫോഗട്ട് തോൽപ്പിച്ച ആൾ ഫൈനലിലേക്ക്, ക്യൂബൻ താരം ഫൈനലിലേക്ക് കടക്കുന്നു എന്ന വൈരുദ്ധ്യം കൂടിയുണ്ട്. ഇതൊക്കെയാണ് രാജ്യത്ത് വലിയ ശക്തമായി അലയടിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.